പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 17 വെള്ളി. പ്രധാന വാർത്തകൾ. കൺസ്ട്രക്ഷൻ പ്രദേശത്തു നിന്നും മെറ്റൽ പൈപ്പുകൾ മോഷ്ടിച്ച് കടത്തിയ സംഭവത്തിൽ 4 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റീസ് സെക്യൂരിറ്റി പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടുന്നത്. മെറ്റൽ പൈപ്പുകളും കടത്തുന്നതിനിടെ കണ്ടുകെട്ടി. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ദാഖലിയ ഗവർണറേറ്റിലെ സമായിൽ വിലായത്തിൽ നഗരസഭാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യാപകമായി പരിശോധന നടത്തി. 69 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ചില കേസുകളിൽ പിഴയും ചുമത്തി. ആരോഗ്യ സുരക്ഷയ്ക്കും ഭീഷണി സൃഷ്ടിക്കുന്നതിന് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടിയുണ്ട്. പരിശോധനയിൽ 10 കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അൽഹംറയിൽ 10 സ്ഥാപനങ്ങൾക്ക് അധികൃതർ താഴിട്ടിരുന്നു. ചിലയിടങ്ങളിൽ നിയമവിരുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതായും താമസസ്ഥലം വാണിജ്യാടിസ്ഥാനത്തിൽ ഭക്ഷണം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ജനങ്ങളുടെ ആരോഗ്യത്തിന് അപകടകരമാകുന്ന രീതിയിൽ ഭക്ഷണ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതും വിതരണം ചെയ്യുന്നതും അംഗീകരിക്കാനാകില്ലെന്നും അധികൃതർ വിശദീകരിച്ചു. ഗതാഗത വിവര സാങ്കേതിക മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങളെ റോയൽ ഒമാൻ പോലീസിന്റെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും പുതിയ സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. അടുത്ത മാസം 15 മുതൽ ഈ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമം രാജകീയ ഉത്തരവ് നമ്പർ 10/2016 അതിന്റെ എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ നമ്പർ 3/2018 എന്നിവ പ്രകാരം നിയമലംഘനങ്ങൾ നടത്തിയ വ്യക്തികളും കമ്പനികളും ഉൾപ്പെടെയുള്ളവർ ഈ പ്രഖ്യാപനം വന്ന തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ അവരുടെ കേസുകൾ പുനർപരിശോധിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ബിസിനസ് പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ തടയുന്നതിന് കുടിശ്ശികയുള്ള ലംഘനങ്ങൾ പരിഹരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. തടസ്സമില്ലാതെ ബിസിനസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിഴയുണ്ടെങ്കിൽ അവ ഒടുക്കേണ്ടതാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയും ഒമാനും ഈ വർഷം സമഗ്ര വ്യാപാര നിക്ഷേപ ഉടമ്പടി ഒപ്പിടാൻ ഒരുങ്ങുന്നു. ഇത് ഇരു രാജ്യങ്ങളുടെയും ചരക്കുകളുടെ തീരുവ കുറയ്ക്കാനും സാമ്പത്തിക മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൊത്തത്തിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 1 വർഷം മുമ്പ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടിക്കുള്ള ചർച്ചകൾക്ക് പുതിയ ഉണർവ് ലഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധം ഗണ്യമായി വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുമായുള്ള ഒരു സുപ്രധാന വ്യാപാര ഉടമ്പടി ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ വാണിജ്യ മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിനെ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസിയോട് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒമാന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒരാളായി ഇന്ത്യ വളർന്നു. 2023 ദക്ഷിണ കൊറിയയ്ക്ക് ശേഷം ഒമാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 4ാമത്തെ വലിയ വിപണിയായിരുന്നു ഇന്ത്യ. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഒമാന്റെ എണ്ണ ഇതര കയറ്റുമതിയുടെ 3ാമത്തെ വലിയ വിപണിയുമായിരുന്നു ഇന്ത്യ. ഇന്ത്യയുമായുള്ള മൊത്തത്തിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കാൻ ഒമാൻ താൽപര്യപ്പെടുന്നുവെന്നും ഒമാനിൽ ഇന്ത്യൻ നിക്ഷേപകർക്ക് വലിയ താൽപര്യമുണ്ടെന്നും ഖൈസ് അൽ യൂസഫ് പറഞ്ഞു. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവരെ പോലെ ഒമാനും വിഷൻ 2040-ന് അനുസൃതമായ ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റ് വിവിധ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സുൽത്താനേറ്റ് ശ്രമിക്കുകയാണ്. 2021-2040 കാലഘട്ടത്തിലെ ഒമാനിലെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന്റെ ഒരു രൂപരേഖയാണ് വിഷൻ 2040. 2020 സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ഇതിന് അംഗീകാരം നൽകിയിരുന്നു.
2021 ജനുവരി മുതൽ വിഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണ്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് 2023 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിപുലമായ ചർച്ചകൾ നടത്തി. ചർച്ചകളിൽ ഇരു നേതാക്കന്മാരും 10 പ്രധാന മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളുടെയും സമഗ്ര പുരോഗതിയിൽ ഇവ ഗുണം ചെയ്യും. 2023 ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒമാനിൽ 6000 പരം ഇന്ത്യൻ ഒമാൻ സംയുക്ത നിക്ഷേപമാണ് ഉള്ളത്. $7.5 കോടി മൂല്യം വരുമിത്. സൊഹാർ, സലാല ഫ്രീ സോണുകളിൽ ഏറ്റവും ഉയർന്ന നിക്ഷേപമുള്ളതും ഇന്ത്യൻ കമ്പനികൾക്കാണ്. തെക്കൻ ബാത്തിനയിൽ വൻ മയക്കുമരുന്ന് വേട്ട സംഭവത്തിൽ 2 പ്രവാസികൾ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 100 കിലോയിലധികം ക്രിസ്റ്റൽ മെത്തും 1 ലക്ഷം സൈക്രോട്രോപിക് ക്യാപ്സ്യൂളുകളും പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ അധികൃതർ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന റീം കസലിനെ സംരക്ഷിക്കാൻ നടപടിയുമായി പരിസ്ഥിതി അതോറിറ്റി. പുതിയ പുനരധിവാസ പദ്ധതിയിലൂടെ ധോഫാർ ഗവർണറേറ്റിലെ മുഖ്ഷിൻ വിലായത്തിലെ കാട്ടിലേക്ക് 50 റീം ഗസലുകളെ തുറന്നുവിട്ടു. 75 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ സംരക്ഷണ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപിത പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ആദ്യത്തെ സംരംഭമാണിത്. GPS-ഉം സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണങ്ങളും ഉപയോഗിച്ച് ഗസലുകളെ നിരീക്ഷിക്കും. ഒമാന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, പ്രകൃതി പരിസ്ഥിതികളെ പുനരധിവസിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, രാജ്യത്തിന്റെ ആഗോള പാരിസ്ഥിതിക റാങ്കിംഗ് മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ധോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദിന്റെ രക്ഷാകർതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി സുസ്ഥിര വികസനവും പരിസ്ഥിതി ടൂറിസവും പ്രോത്സാഹിപ്പിക്കുമെന്ന് പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അംറി പറഞ്ഞു. 1970 മുതൽ അറേബ്യൻ ഓറിക്സ് റിസർവിലെ അറേബ്യൻ ഓറിക്സ് പദ്ധതി. ഇതേ റിസർവിനുള്ളിൽ 2013 മുതലുള്ള റീം കസൽ പ്രജനന പുനരധിവാസ പരിപാടിയും ഉൾപ്പെടെയുള്ള മുൻകാല പദ്ധതികളുടെ വിജയത്തിന്റെ ചുവടുപിടിച്ചാണ് പുതിയ നീക്കം. 2020 മുതൽ റിസർവിലും പരിസരത്തും വിവിധ മാനുകളെയും തുറന്നുവിട്ടിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഇനമായ റീം ഗസൽ സാൻ ഗസൽ എന്നും അറിയപ്പെടുന്നു. ചടുലത, നീണ്ട കഴുത്ത്, വീതിയേറിയ കണ്ണുകൾ, ഇളം നിറം എന്നിവ ഇതിന്റെ സവിശേഷതയാണ്. 2007 മുതൽ റബുഉൽ ഖാലി മരുഭൂമിയിൽ ഇത് വംശനാശം സംഭവിച്ചതായി നേരത്തെ നടത്തിയ ഫീൽഡ് പഠനങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിനത്തിന്റെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബോട്ടുകളുടെ പരേഡ് ഇന്ന് നടക്കും. ദേശീയ ആഘോഷങ്ങളുടെ സെക്രട്ടേറിയറ്റ് ജനറൽ, പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, മസ്കത്ത് മുനിസിപ്പാലിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ജല ആഘോഷത്തിന്റെ നഗരസഭാ ഗവർണർ സയ്യിദ് സയ്യിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി കാർമ്മികത്വം വഹിക്കും. മറീന ബന്ദർ അൽ റൗദയിൽ രാവിലെ 8:30 ബോട്ടുകൾ ഒത്തുചേരുകയും 9 മണിക്ക് ഘോഷയാത്ര ആരംഭിക്കുകയും ചെയ്യും. ജുമൈറ ഹോട്ടൽ, മത്ര കോർണിഷ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് അൽമൗജ് മസ്കത്ത് മറീനയിൽ വൈകിട്ട് 5 മണിയോടെ പരേഡ് സമാപിക്കും. ബോട്ടുകളുടെ പരേഡിൽ പങ്കെടുക്കുന്നവർ മസ്കത്തിന്റെ മനോഹരമായ ജലാശയങ്ങളിലൂടെ സഞ്ചരിച്ച് ദേശീയ ഐക്യവും അഭിമാനവും പ്രകടിപ്പിക്കും. പ്രവാസികൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പരേഡിന്റെ ഭാഗമാകാൻ സൗകര്യമൊരുക്കിയിരുന്നു. അൽമൗജിൽ നിന്നും മസ്കത്തിലേക്ക് മുവാസലാത്ത് ബസ്സിൽ തിരിച്ചെത്താനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മസ്കത്ത് നൈസ് ഫെസ്റ്റിവൽ ഫെബ്രുവരി 1 വരെ തുടരും. പൊതുജനങ്ങളുടെയും സംരംഭകരുടെയും സംഘാടകരുടെയും ആവശ്യം പരിഗണിച്ചാണ് ഫെസ്റ്റിവൽ 10 ദിവസം കൂടി നീട്ടുന്നതെന്ന് മസ്കത്ത് നഗരസഭ പ്രസ്താവനയിൽ പറഞ്ഞു. ഡിസംബർ 23 മുതൽ 7 വേദികളിലായി അരങ്ങേറുന്ന ഫെസ്റ്റിവലിൽ ജനുവരി 7 വരെ 5 ലക്ഷത്തിൽ പരം സന്ദർശകരെത്തിയതായും അധികൃതർ അറിയിച്ചു. അതേസമയം ഓരോ ദിവസവും സന്ദർശകരാൽ നിറയുകയാണ് മസ്കത്ത് നൈസ് വേദികൾ. കുടുംബങ്ങളെയും ബാച്ചിലർമാരെയും ഒരേപോലെ ആകർഷിക്കുന്ന ആഘോഷ നഗരികൾ വെള്ളി, ശനി ദിവസങ്ങളിലാണ് നിറഞ്ഞു കവിയുന്നത്. ഗുറം നാച്ചുറൽ പാർക്കിൽ ഒരുക്കിയ പുഷ്പമേളയാണ് പ്രധാന ആകർഷണം. ആമിറാത്ത് പാർക്കിലും നസീം ഗാർഡനിലും കൂടുതൽ സന്ദർശകരെത്തുന്നു. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ട്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, സൂർ അൽ ഹദീദ് എന്നിവിടങ്ങളിലും വ്യത്യസ്ത അനുബന്ധ പരിപാടികളും അരങ്ങേറുന്നു. ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് മസ്കത്ത് നൈസ് വേദികളിൽ പരിപാടികൾ നടക്കുക.
വാരാന്ത്യങ്ങളിൽ ഗുറം നാച്ചുറൽ പാർക്ക് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ 12 മണി വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. വേദികൾക്കരികിലോ പ്രദേശത്തോ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.